ഡബിൾ നല്ലതിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് ചാനലിൽ കുറേയധികം നല്ല മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഒത്തിരി പേര് നല്ല കമന്റ്സുകളൊക്കെ അറിയിക്കാറുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട്. സോ ഇന്നത്തെ ഒരു ദിവസം മൈ ഈവനിങ് എങ്ങനെയാണെന്നാണ് ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണിക്കുന്നത് കേട്ടോ. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അടിപൊളിയായിട്ട് ഇരിക്കുന്നു വിചാരിക്കുകയാണ്. അവിടെ കേരളത്തിൽ അപ്പോഴേ ചൂടാണല്ലേ, മുടുക്കത്തെ ചൂടാന്ന് പറഞ്ഞു കേട്ടോ. വീട്ടിലൊക്കെ വെള്ളമില്ലാത്ത അവസ്ഥ, അങ്ങനെ ഭയങ്കര ചൂടും ഒക്കെയാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയാണ് ചൂട് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും? ഇന്ന് ആക്ച്വലി ഇപ്പം മഴയില്ലാത്ത ദിവസമാണ്. ഈവനിങ് ഞാൻ പറയണ്ടേ, നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ഞാൻ പുറത്ത് കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പം ബെഡ്ഷീറ്റൊക്കെ ഇറക്കിയിടാമെങ്കിൽ പുറത്ത് നമുക്ക് അഴയുണ്ട്, അപ്പം അഴയിലിട്ട് ഉണങ്ങി എടുക്കാൻ പറ്റും. അപ്പം അഴയിലിടാൻ ഇടാറില്ല സാധാരണ, പക്ഷെ ഇന്നിപ്പം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ബെഡ്ഷീറ്റുകൾ, നമ്മുടെ പില്ലോ കവേഴ്സ്, അങ്ങനെയുള്ള വലിയ വലിയ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇന്ന് പിന്നെ വാഷ് ചെയ്താന്ന് വിചാരിച്ചു. ഇപ്പൊ പുറത്തിട്ട് തുടങ്ങാം, നല്ല വെയിലാണ്. പിന്നെ പറയാൻ പറ്റത്തില്ല, ഇവിടുത്തെ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇവിടെ 5 മിനിറ്റ് വെയിലാണെങ്കിൽ അടുത്ത 5 മിനിറ്റ് എന്താ പറയാ മഴയായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല ഇവിടുത്തെ ക്ലൈമറ്റ്. ഒരു ദിവസം തന്നെ നമുക്ക് എല്ലാ ക്ലൈമറ്റും കാണാൻ പറ്റും. മീൻസ് എല്ലാ സീസൺസും നമുക്ക് കാണാൻ പറ്റിയ സ്ഥലമാണ് ഇവിടുത്തെ കാലാവസ്ഥ. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു ഡ്യൂട്ടി. ക്ലീനിങ് ദ റൂം ആൻഡ് നമ്മുടെ പുതപ്പുകള്, തലയണകളുടെ കവറുകള് കഴുകി സെറ്റപ്പാക്കി എടുത്തു വെക്കണം. കഴുകണം, എല്ലാം കഴുകി എടുത്ത് വെക്കാം. പിന്നെ എല്ലാവരും എത്ര സുഖമായിട്ടിരിക്കുന്നോ? ചൂടൊക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നാട്ടില്. ഇവിടെ പിന്നെ ഇവിടെ തണുപ്പ് കൊണ്ട് ബുദ്ധിമുട്ടും, നിങ്ങൾ അവിടെ ചൂടുകൊണ്ട് ബുദ്ധിമുട്ടും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് ഈ സാധനങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് പുറത്ത് അഴയിലിട്ട് ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പം ഇപ്പം കാലാവസ്ഥയിൽ കുഴപ്പമില്ല, നല്ല വെയിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പക്ഷെ 1 മണിക്കൂർ എടുക്കുക അലക്കണമെന്നുണ്ടെങ്കിൽ. അന്നേരത്തേക്കും പോകുമെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് സാധനങ്ങൾ കഴുകിടാനുണ്ട്. അപ്പം ഈ സാധനമെല്ലാം കഴുകിയിട്ടിട്ട് പുതിയ ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം എടുത്തു. ഞാൻ ഇതൊക്കെ ചെയ്യണ ആദ്യം നോക്കുമ്പോൾ നമ്മുടെ ഈ പാട്ട് ഓർമ്മ വരുന്നത്. ഓംകാരം ശങ്കിൽ ചേരുമ്പോ നീരൻ മാറുന്ന വെൺമലരെ. യൂണിഫോം കാര്യങ്ങളെല്ലാം അലക്കിടാറുണ്ട്. അപ്പം അതെല്ലാം അലക്കി ഉണങ്ങി എടുത്ത് വെക്കുവാണെങ്കിൽ 2 ദിവസം ഡ്യൂട്ടിക്ക് പോകാകുമ്പോഴത്തേക്കും പിന്നെ ഇല്ല, എല്ലാ പോക്കറ്റും ചെക്ക് ചെയ്യണം. പോക്കറ്റ് ചെക്ക് ചെയ്തില്ലെങ്കിൽ എല്ലാ റിങ്ങും കാര്യങ്ങളും ഞാൻ മോസ്റ്റ്ലി എൻ്റെ റിങ് എപ്പോഴും കയ്യിലിട്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ വർക്ക് ചെല്ലുമ്പോൾ ഒരു പോക്കറ്റിടും. മോസ്റ്റ്ലി വാഷിംഗ് മെഷീൻ ഇടുന്ന സമയത്ത് കൊണ്ടുപോകാന്നിരിക്കും കിടന്ന് കറങ്ങാൻ. ചിലപ്പോൾ അതിൻ്റെ ഗ്ലാസ്സൊക്കെ വല്ലതും പൊട്ടിപ്പോയി തീർന്നു. എല്ലാം പോക്കറ്റും ചെക്ക് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പണ്ട് എൻ്റെ നെയിം ടാഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരുത്തുണ്ട്. റിങ് ഒക്കെ ചെക്ക് ചെയ്തിരിക്കണല്ലോ, പണി കിട്ടും. അപ്പം ഇത്രയും സാധനങ്ങൾ വാഷ് ചെയ്യാനുണ്ട്. ഔട്ട്സൈഡ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല കണ്ടോ, നല്ല സണ്ണിയല്ലേ ഇന്ന് കണ്ടോ, നല്ല അടിപൊളി സണ്ണാണെന്ന് ഫുള്ള്. മൈക്കിളവിടെ രാവിലെ പുല്ലുകൊട്ടും പരിപാടിയൊക്കെ.